സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ടു ബി വെരി ഫ്രാങ്ക് ഞാൻ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട്. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് കുറച്ച് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അതായത് അനുവിന് ഒരു പണിഷ്മെന്റും ജിസൈലിന് അറ്റ്ലീസ്റ്റ് ജിസൈലൊരു യെല്ലോ കാർഡെങ്കിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല സത്യം പറഞ്ഞാൽ എന്താ ഇത്രയും ജിസൈൽ ഇവിടെ റൂൾസ് വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ബിഗ് ബോസിനെ അറിയിച്ച അനു മോശക്കാരിയായി. ജിസൈൽ ഒരു ക്വീനായിട്ട് മാറി. ബിഗ് ബോസ് ബി ക്വീൻ ആയിട്ട് മാറുന്നതായിട്ടാണ് ഞാൻ ഇന്ന് കണ്ടത്. എന്താണെന്ന് നടന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. ശരിക്കും ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അല്ല, ഒരു ആവറേജ് എപ്പിസോഡ് തന്നെയായിരുന്നു. ലാലേട്ടൻ ശരിക്കും എന്താ പറയുക, അനുവിനെ ഒരുമാതിരി താഴ്ത്തിയും ജിസൈലിനെ ഒരുമാതിരി പൊക്കിയും പറയുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് അനു വളരെ മോശക്കാരിയും അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അനു വളരെ മോശക്കാരിയും ജിസൈൽ വളരെ നല്ലൊരു വ്യക്തിയും എന്ന രീതിക്ക് തന്നെയാണ് ഇന്ന് ലാലേട്ടൻ പൊക്കി വെച്ചത്. ഏതായാലും എന്താ നടന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലാലേട്ടൻ്റെ എൻട്രിയാണ്. എൻട്രിക്ക് ശേഷം ഈ ഒരാഴ്ച നടന്ന കാര്യങ്ങളൊക്കെയാണ് ലാലേട്ടൻ ആദ്യം AV കാണിക്കുന്നത്. ഇതിനുശേഷം ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ അതിലും പറയാനുണ്ട്. ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ, ഇന്നലെ ഷാനവാസും അനീഷും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. അനീഷ് എന്തോ പോയി ചൊറിഞ്ഞിട്ടുണ്ട്. അനീഷ് എന്തോ മരക്കഴുതയെന്നെന്തോ ഷാനവാസിനെ വിളിച്ചു. ഇത് കേട്ട ഷാനവാസ് തിരിച്ച് അടിക്കാനൊക്കെ പോകുന്നുണ്ട്, കസേര മാറി അടിക്കാനൊക്കെ പോകുന്നുണ്ട്. അനീഷും തിരിച്ച് പില്ലോ ഒക്കെ എറിയുന്നുണ്ട്. അങ്ങനെ ഫുൾ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇതിന് സാക്ഷിയായിട്ട് നെവിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അതിനുശേഷം ഒരു കാര്യം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഭിലാഷിനെ എടുത്ത് പറയണം. കാരണം അഭിലാഷ് നല്ലൊരു മൂവ്മെന്റ് ആണ് നടത്തിയത്. അഭിലാഷ് ജിസയിലും അനുമോൾക്കും ഇടയ്ക്ക് ഒരു മീഡിയേറ്ററായിട്ട് നിന്ന് അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ജിസയിലിന് ഒരു പ്രശ്നമില്ല. ജിസയിൽ ഓക്കെയാണ്, സംസാരിക്കാൻ ഓക്കെയാണ്, സംസാരിച്ച് തീർക്കാം ഓക്കെ ആണെന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ട്. വെരി ഗുഡ്. ജിസയിൽ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അനുമോൾ ഒട്ടും അടുക്കുന്നില്ല. അനുമോൾ ഇപ്പോഴും പേഴ്സണലി ആ ഒരു ഗ്രഡ്ജ് വെച്ചിട്ട് നിൽക്കുകയാണ്. അതായത് അനുമോൾ ഒട്ടും അടുക്കുന്നില്ല. അനുമോൾക്ക് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല, മിണ്ടാൻ താല്പര്യമില്ല എന്ന സ്റ്റാൻഡിൽ അനുമോൾ നിൽക്കുകയാണ്. ശരിക്കും അഭി ചെയ്തത് നല്ലൊരു കാര്യമാണ്. സംസാരിക്കാന്ന് പറഞ്ഞത് ജിസൈലിന്റെ നല്ലൊരു മാന്യത. ആൻഡ് അനുമോള് ഇപ്പോഴും പേഴ്സണലി ഇപ്പോഴും ആ ഒരു ഇമോഷണലി നിൽക്കുകയാണ് അനുമോള്. ഇതിനുശേഷം ഇവർ മേക്കപ്പ് ചെയ്ത് റെഡിയാവുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ലാലേട്ടൻ വീട്ടുകാരുടെ അടുത്തേക്ക് പോവുകയാണ്. വീട്ടുകാരുടെ അടുത്തോട്ട് പോയിട്ട് നടന്ന ടാസ്കിനെ പറ്റിയിട്ടെല്ലാം ലാലേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. മിഡ് വീക്ക് എവിക്ഷൻ ടാസ്കിനെ പറ്റിയിട്ടെല്ലാം ലാലേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പണി ടാസ്കിനെ പറ്റിയിട്ടെല്ലാം സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നത്തിലേക്കും അങ്ങനെ നടന്ന് കയറി വരികയാണ്. ശരിക്കും എന്താ പറയുക, ശരിക്കും അനുമോളെ കണ്ടിട്ട് ഇന്ന് വളരെ പാവമായിട്ട് തോന്നി. കാരണം ഇത്രയും ഒരു റൂൾസ് വയലേഷൻ, അത് ലാലേട്ടൻ പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ലാലേട്ടൻ റൂൾസ് വയലേഷൻ ഇത്രയും അനു കണ്ടുപിടിച്ചിട്ടും ലാലേട്ടൻ എന്താണ് ഇങ്ങനെ അനുമോളോട് ബിഹേവ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റൂൾസ് വയലേഷൻ കണ്ടുപിടിച്ചതിന് അനുമോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു ഒരു കളിയാക്കുന്ന രീതിയിലാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ അനുമോൾ ഒരുമാതിരി താഴ്ത്തി സംസാരിക്കുന്ന രീതിയിലാണ് പെരുമാറിയത്. ടു ബി വെരി ഫ്രാങ്ക്, താഴ്ത്തി സംസാരിക്കുന്ന രീതിയിലാണ് ഇന്ന് പെരുമാറിയത്. പക്ഷെ ജിസൈലിൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ജിസൈൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്. അതായത് ബിഗ് ബോസ് ഈ ഒരു സീസണിൽ ഇത്രയും പേരെ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റൻറ്റ് ജിസൈലാണ്. ജിസൈലിന് അറിയാം ഇങ്ങനെ ഗെയിം കളിക്കണം എന്ന്. ജിസൈലിന് അറിയാം ഇങ്ങനെ ഗെയിം കളിക്കണം. ജിസൈലിൽ ഇന്നലെ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി ജിസൈൽ ആ റൂൾസ് വയലേറ്റ് ചെയ്തത് ഷാനവാസ് കുത്തി ചോദിച്ചെടുക്കുമ്പോഴും ഡിവിയേറ്റ് ചെയ്ത് എന്തോന്ന് അനുവിനെ ഇമോഷണലി ട്രിഗർ ചെയ്ത് അനുവിനെ ഇളക്കി വിട്ട് നമ്മൾ കണ്ടത്. ജിസൈലിന് നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാം. ജിസൈൽ കളിക്കുന്നുണ്ട്. ആ ജിസൈൽ കളിക്കുന്നതുകൊണ്ടാണ് അവിടെ ഒരു വിഭാഗം ജിസൈലിൻ്റെ കൂടെ നിൽക്കുന്നത്. ജിസൈൽ സ്ട്രോങ് ആയിട്ട് ഈ അനു പറഞ്ഞത് ശരി തന്നെയാണ്. ജിസൈൽ സ്ട്രോങ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് പെൻകോന്തൻ മൊണ്ണ ഇതൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവന്മാരെല്ലാം കൂടെ ജിസൈലിൻ്റെ പുറകെ നിൽക്കുന്നത്. സീരിയസ്ലി അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരും ജിസൈലിൻ്റെ കൂടെ നിൽക്കുന്നതും. അനുമോളിന്ന് ശരിക്കും അനുമോൾ ഒറ്റപ്പെട്ടുപോയി. അനുമോളുടെ കൂടെ ഇത്രയും ദിവസം നിന്ന ശൈത്യ, ആദില, നൂറ, ബിൻസി ഇവരാരും അനുമോളുടെ കൂടെ ഇന്ന് ഞാൻ കണ്ടില്ല. ആദില, നൂറ എന്തോ എണീച്ച് പറയുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. പക്ഷെ ഇന്ന് ആരെയും കണ്ടില്ല. ആദിലയും നൂറയും
ഈവൻ ദോ അനുമോളോട് എപ്പം പറഞ്ഞ ശൈത്യ പോലും കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. സത്യം ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ആ കുട്ടി ഇന്ന് ഒറ്റപ്പെട്ട കണക്കാണ് ഫീൽ ചെയ്തത്. അനുമോള് ഒറ്റപ്പെട്ടു പോയി ഇന്ന് ശരിക്കും. പിന്നെ ഈ ജിസൈലിന്റെ കാര്യം, ജിസൈലിന്റെ റൂൾസ് വയലേഷന്റെ ആ ഒരു വീഡിയോ, അതായത് ബിബിയുടെ ആൾക്കാർ, ബിഗ് ബോസിന്റെ ആൾക്കാർ വന്നിട്ട് ഇതെടുക്കുന്ന, അത് കണ്ടുപിടിക്കുന്ന വീഡിയോ എല്ലാം ലാലേട്ടൻ പ്ലേ ചെയ്തു. പക്ഷെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ ജിസൈലിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് അനുമോൾ എന്നാണ് ഇത്ര നാളും പറഞ്ഞുകൊണ്ട് നടന്നത്. ഇന്ന് ജിസൈൽ അത് മാറ്റി ആദ്യം പറഞ്ഞു നെവിനാണ് എടുത്തതെന്ന് പറയുന്നത്. നെവിൻ അവിടെ നെട്ടിയിരിക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും കാണാൻ നല്ല രസമായിരുന്നു. നെവിന്റെ ആ നെട്ടലൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ അനുമോൾ ഇല്ലേന്ന് ലാലേട്ടൻ കുത്തി ചോദിച്ചപ്പം അനുമോളെ എനിക്ക് സംശയമുണ്ട് എന്ന് ജിസൈലും പറയുന്നുണ്ട്. പക്ഷെ ജിസൈലിന് ഉറപ്പാണ് അനുമോൾ എടുത്തിട്ടില്ലെന്ന്. ജിസൈലിന് ഒരു കാര്യം ഉറപ്പാണ്, സീരിയസ്ലി ഉറപ്പാണ്, ജിസൈൽ അനുമോൾ എടുത്തിട്ടില്ല എന്ന് ജിസൈലിന് 100% ഉറപ്പാണ്. അതാണ് ജിസൈൽ മാറ്റി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം അങ്ങനെ സോൾവ് ചെയ്തിടും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അവരെ ശൈത്യം കൂടെ സംസാരിച്ചിട്ട് അപ്പാനി ശരത്തിനൊക്കെ മൊണ്ണ എന്ന് പെൺകോന്തന്മാരെന്നൊക്കെ വിളിച്ചത്, അതൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഈ ജിസയിൽ അനുമോളെ ചീത്ത വിളിച്ചത് മാത്രം ലാലേട്ടൻ ചോദിക്കുന്നില്ല. ആ എഫ് വെച്ചിട്ടുള്ള ആ തെറി വിളിച്ചത് മാത്രം ലാലേട്ടൻ ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ചോദിച്ചില്ല? എനിക്കറിഞ്ഞൂടെ എന്താണ് ഇന്ന് എന്താണ് ആ ഇങ്ങനെ അത് ചോദിക്കാതെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എന്തുകൊണ്ട് ചോദിച്ചില്ല? അത് നടന്നൊരു പ്രധാനപ്പെട്ട സംഭവമല്ലേ, എയർ ചെയ്തൊരു സംഭവമല്ലേ, എപ്പിസോഡിൽ എയർ ചെയ്തൊരു സംഭവമല്ലേ, എന്തുകൊണ്ട് ചോദിച്ചില്ല? ഇത് നാളെ ചോദിക്കുമെന്നൊന്നും എനിക്ക് അറിയണം. എനിക്കിനി തോന്നുന്നില്ല ഇവർ തമ്മിൽ ഇടപെടുന്ന ആ ഒരു ഇതിൽ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനുശേഷം അതെങ്ങനെ പറഞ്ഞങ്ങ് തീർക്കാണ്. എന്നിട്ട് നേരെ അനുമോളെ പിടിച്ച് നേരെ അനീഷിനെ പിടിച്ചു. അനുമോളെ വിട്ടിച്ച് നേരെ അനീഷിനെ പിടിച്ചു. അനീഷിനെ പിടിച്ചത് റാങ്കിങ് ടാസ്കിന്റെ പേരിലാണ്. റാങ്കിങ് ടാസ്ക് കൊളവാക്കി എന്ന് പറഞ്ഞാണ് അനുമോളെ പിടിച്ചത്. അപ്പോൾ അനീഷ് പറയുന്നത് ഇവരെല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അനീഷ് പറയുമ്പോൾ ഇല്ലെന്ന് എല്ലാ വീട്ടുകാരും പറയുന്നുണ്ട്. ചുമ്മാതാണ്. അനീഷ് പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. എല്ലാവരും അനീഷിനെ ഒരു വെറുപ്പ് പോലെ അനീഷിനെ ഫീൽ ചെയ്യുന്നുണ്ട്. ചുമ്മാ പറഞ്ഞതാണ്. അങ്ങനെ ഇല്ല ബിൻസി അങ്ങനെ ഇല്ല എന്നൊക്കെ ബിൻസി മെയിൻലി പറയുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവസാനം അവിടെ ഒരു റാങ്കിങ് നടക്കുകയാണ്. അതായത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്നവർക്ക് സ്റ്റാർ കൊടുക്കാമെന്ന് പറഞ്ഞൊരു ടാസ്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാരും സ്റ്റാർ കൊടുക്കുന്നത് ജിസൈലിനാണ്. സെക്കൻഡ് അനീഷിനാണ് കൊടുക്കുന്നത്. അനുമോളൊക്കെ അനീഷിനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷാനവാസാണ് ആദ്യം ജിസൈലിന് കൊടുത്തത്. പക്ഷെ ഷാനവാസിന് സ്റ്റാർ കൊടുത്തത് അനീഷാണ്. ഇതിനിടയ്ക്ക് ആര്യന് ജിസൈൽ സ്റ്റാർ കൊടുക്കുന്നുണ്ട്. ആര്യൻ ജിസൈലിനും സ്റ്റാർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയത് നമ്മുടെ ജിസൈലിനാണ്. അങ്ങനെ ജിസൈലിന് ലാലേട്ടൻ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ന് ശരിക്കും ജിസൈൽ അങ്ങ് പൊക്കി വെച്ചതുപോലെയാണ് ഫീൽ ചെയ്തത്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മളെ റോബോ ഡോഗിന് സ്പൈക്കുട്ടൻ എന്നാണ് പേരിട്ടത്. ഞാനൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, സ്പൈബോ എന്നാണ് ഞാൻ പേരിട്ടത്. പക്ഷെ അത് ഏറ്റില്ല. സ്പൈക്കുട്ടൻ എന്നാണ് പേരിട്ടത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു പേര് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ സ്പൈക്കുട്ടൻ ബിഗ് ബോസിലേക്ക് വരികയാണ്. നെവിനെ പറഞ്ഞു വിട്ടിച്ച്, അതൊക്കെ നല്ല രസമായിരുന്നു. കാരണം നെവിനെ സ്റ്റോർ റൂമിലോട്ട് പറഞ്ഞു വിട്ടിച്ച് അവിടുന്ന് നെവിൻ പോയി നിൽക്കുമ്പോൾ പട്ടിയാണ് നെവിൻ അവിടെ കിടന്ന് നിലവിളിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ നെവിനെ പട്ടിയും വിളിച്ചുകൊണ്ട് അകത്തോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇനിയും വൈൽഡ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒനിയിലും ഷാരികയും ആട്ട പിടിച്ച് അകത്ത് കയറി വരുന്നതാണ്. അതൊക്കെ നല്ലൊരു എൻട്രി ആയിരുന്നു കേട്ടോ. ഒനിയിലും ഷാരികയും കൂടെ ആട്ട പിടിച്ച് അകത്ത് കയറി വരുന്നതൊക്കെ നല്ല രസമായിരുന്നു. ഏതായാലും ഡെത്ത് റൂമിൻ്റെ കാര്യത്തിൽ തീരുമാനം. ഞാൻ കരുതി ഇവിടെ വേറെ എന്തെങ്കിലും ഒരു ഗെയിം നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ വേറൊരു ഗെയിമും അവിടെ കണ്ടില്ല. ഇവർ ഗസ്റ്റ് ആണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ഇനി എന്തെങ്കിലും കാണുമെന്ന് അറിയില്ല, നോക്കാം. ആൻഡ് മെയിൻലി ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഞാൻ ആക്ച്വലി ഇന്ന് എപ്പിസോഡ് കറക്റ്റ്ലി നടന്ന കാര്യങ്ങൾ എഴുതി എടുത്തിട്ടില്ല. എന്നാലും മെയിനായിട്ട് നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട്? ഇന്ന് എന്ത് തോന്നുന്നു? കാരണം അറ്റ്ലീസ്റ്റ് ഇത്രയും ഒരു കഴിഞ്ഞ ഒരാഴ്ചത്തെ തന്നെ ഇതായിരുന്നു മെയിനായിട്ട്. അനീഷിനേക്കാൾ കൂടുതൽ നേരെ നിന്നത് അനുമോൾ വേഴ്സസ് ജിസൈൽ എന്നുള്ള ആ ഒരു ടാഗായിരുന്നു. പക്ഷെ ഇന്നത് അതിനെ തന്നെ ആ ഒരു ടാഗിനെ തന്നെ തൂത്തെറിഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ. എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം ഇത്രയും നാളും അനുമോള് ഇതൊത്തിരി അന്വേഷിച്ചതൊക്കെ വെറുതെ, അനുമോള് കളിച്ച ഗെയിമൊക്കെ വെറുതെ ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നോക്കാം ഇനി അനുമോളുടെ ഗെയിം മാറ്റുമോ, അതോ അനുമോളുടെ ഗെയിം മാറ്റുമോ, അതോ ജിസൈല് ഗെയിം മാറ്റുമോ, ഇനി ഇവർ രണ്ടുപേരും തമ്മിൽ ഇനിയും ഫൈറ്റ് നടക്കുമോ
എനിക്ക് തോന്നുന്നില്ല അനിമോൾക്ക് മതിയായി. അത് മാത്രമല്ല ഇനി ആരും വലുതായിട്ട് അനിമോളെ ബോയ്സ് ആരും അനിമോളെ വലുതായിട്ട് മൈൻഡ് ചെയ്യാൻ പോകില്ല. അനീഷിനൊക്കെ ഭയങ്കര വിഷമം. അനീഷ് പറയുന്നുണ്ട് ഈ ആണുങ്ങളെല്ലാം പെൺകോന്തന്മാരെന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നോക്കാം. ഇനി അനിമോള് മിക്കവാറും അടഞ്ഞിരിക്കാനാണ് സാധ്യത. ആക്റ്റീവ് ആകുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. എനിവേ, അപ്പം ഇത്രയാണ് ഇന്നത്തെ റിവ്യൂ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്ന് എവിക്ഷൻ നടന്നിരുന്നു. ഞാൻ പിന്നെയാണ് ഓർത്തത്. എവിക്ഷൻ നടന്നിരുന്നു. എവിക്ഷനിൽ നമ്മുടെ RJ ബെൻസിയാണ് എവിക്റ്റ് ആയത്. അത് ലാസ്റ്റ് തന്നെയാണ് ലാലേട്ടൻ പറയുന്നത്. സാറ്റർഡേ ഇന്ന് തന്നെയാണ് എവിക്ഷൻ നടന്നിരിക്കുന്നത്. ഒരാൾ മാത്രമേ എവിക്റ്റഡ് ആയിട്ടുള്ളൂ എന്നാണ് അറിയാൻ പറ്റിയത്. ഈ 2 പേരുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നാളത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും. RJ ബെൻസിയാണ് എവിക്റ്റ് ആയത്. എല്ലാവർക്കും ഷോക്കിംഗ് ആയിപ്പോയി. അപ്പോൾ അവൾക്ക് അത്യാവശ്യം ഇമോഷണലി ആയിട്ടുള്ള ഒരു ആദ്യം കുറച്ച് ബോൾഡായിട്ട് പിന്നെ ഒരു ഇമോഷണലി ആയിട്ടുള്ള ഒരു ഇറങ്ങിപ്പോക്കായിരുന്നു. അനുമോളൊക്കെ കരയുന്നുണ്ടായിരുന്നു. ബിൻസിയാണ് ഇന്നിപ്പം എവിക്റ്റ് ആയിരിക്കുന്നത്. നല്ലൊരു പ്ലെയർ ആയിരുന്നു, കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ എന്തോ അത് ഗെയിമിൽ കണ്ടില്ല. വീട്ടിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു, നല്ലൊരു ടോക്കായിരുന്നു. ലാസ്റ്റ് ആ ലാലേട്ടൻ്റെ അവിടെയൊക്കെ വന്നപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ബിൻസി. എന്തോ ഒരു വിഷമം നമുക്ക് ഫീൽ ചെയ്തു. ഏതായാലും RJ ബിൻസി എവിക്റ്റായി. ഇവർ ഈ ഒനിയിലും നമ്മുടെ ഷാരികയും വന്ന ഓട്ടോയിലൂടെയാണ് അവരെ ബിൻസി എക്സിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പം താങ്ക് യു.